Good afternoon, dear students. Yesterday we had seen what is first aid and the aims of first aid and principles of first aid and first aid kit. Today we are starting with poisoning. We all know what's poisoning. We had an introduction during our discussion class regarding poisoning. So it is the ingestion of any poison. We can see different poisons are available in the market as well as at our home. From this picture we can understand that the common types of poisons. This indicates a chemical which can be commercially available as well as which is available at our home. This is a symbol of a mushroom. That means poisons can, plants are also be poisons. This is the symbol of a capsule. So medications are also poisons. Insects also can cause poisoning. Okay. So let us see what are poisons. Poisons are harmful substances which when taken in sufficient doses may cause temporary or permanent damage or may kill a person. You have to give attention to this word, sufficient doses. അതായത് poisons harmful substances ആണ് എങ്കിലും if it is taken in sufficient doses only can cause a damage or can cause death of a person. നമുക്കറിയാം നമ്മൾ പല മെഡിസിൻസും കഴിക്കുന്ന ആളുകളാണ്, പക്ഷേ അത് വിത്തിൻ ലിമിറ്റഡ് ഡോസ് കഴിക്കുമ്പോൾ it can do benefits to us. When it is taken an overdose, it can kill you. അല്ലേ, നമ്മളെല്ലാവരും വളരെ ഫെമിലിയറാണ് പോയിസണിങ്ങിനെ കുറിച്ച്. നമ്മൾ ഒത്തിരി ന്യൂസസ് കാണാറുണ്ട്, ന്യൂസ് പേപ്പേഴ്സിൽ ഏതൊക്കെ രീതിയിലാണ് ആളുകൾ മരിച്ചത്, അല്ലെങ്കിൽ എന്ത് പോയിസൺ ഇൻജസ്റ്റ് ചെയ്തിട്ടാണ് ആളുകൾ മരിച്ചത് എന്നുള്ള രീതിയിലുള്ള ഒത്തിരി ന്യൂസസ് നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയിസണിങ്ങിനെ കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. സോ how poisons are consumed. There are total 3 ways of consuming poisons. First one is accidentally, second one for suicidal purposes, and the third one is homicidal purpose. Accidentally means the person who is ingesting the poison is unaware of the content of the thing he is ingesting. അതായത് അറിയാതെ പോയിസൺ ആണെന്നറിയാതെ ഒരാൾ എടുക്കുന്ന ഒരു എക്സാമ്പിളിന് ഒരു കുപ്പിയിൽ എന്താ പറയുക, നമ്മുടെ പെയിൻ തിന്നർ ഇരിക്കുവാണെങ്കിൽ നമുക്കത് വിചാരിക്കാം അത് കരിങ്ങാലി വെള്ളമാണ്, അത് എടുത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അത് തിന്നറാണെന്ന്, അല്ലേ? അപ്പോൾ ആക്സിഡൻ്റൽ ഇൻജക്ഷൻ ഓഫ് പോയിസൺ. അല്ലെങ്കിൽ കുട്ടികൾ അവർ എന്താ പറയുക, കളർഫുള്ളായിട്ടുള്ള എന്ത് കണ്ടാലും എടുത്ത് വായിലിടുന്ന സ്വഭാവമുള്ള പിള്ളേരുണ്ട്, അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ എന്തെങ്കിലും കളർഫുള്ളായിട്ടുള്ള ലിക്വിഡ് ചെയ്യുന്നുണ്ട് നേരെ എടുത്ത് കുടിക്കും. ദാറ്റ് ഈസ് ആക്സിഡൻ്റൽ പോയിസണിങ്. സെക്കൻഡ് വൺ ഈസ് സൂയിസൈഡൽ പർപ്പസസ്. അത് നമുക്കറിയാം, മരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ആളുകൾ എന്താ പറയുക കീടനാശിനി കുടിച്ചെന്നും അതുപോലെ തന്നെ ആസിഡ് കുടിച്ചെന്നൊക്കെ പറഞ്ഞ് പല ന്യൂസുകളും നമ്മൾ കാണാറുണ്ട്. ദാറ്റ് ഈസ് ഫോർ സൂയിസൈഡൽ പർപ്പസ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹോമിസൈഡൽ പർപ്പസ്. ദാറ്റ് ഈസ് ഇൻറ്റൻഷണൽ അഡ്മിനിസ്ട്രേഷൻ ടു കിൽ. അതായത് ഒരാളുടെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നിർബന്ധിച്ച് ഒരാളെ വിഷം കുടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ ഹോമിസൈഡൽ പർപ്പസസ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് റൂട്ട്സ് ഓഫ് ടേക്കിംഗ് പോയിസൺസ്. നമുക്ക് വിഷം കുടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, പല രീതിയിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ പോയിസൺസ് എത്താം. ദ ഫസ്റ്റ് വൺ ഈസ് ഓറൽ. ദാറ്റ് ഈസ് ദ നോർമൽ ആൻഡ് ദ വെരി കോമൺ റൂട്ട് ഓഫ് പോയിസണിങ്. ഇൻസെക്ടിസൈഡ്സ്, ആൽക്കഹോൾ, ഡ്രഗ്സ്, contaminated food, acids, alkalis, all can be taken orally. അതായത് വായിൽ കൂടി എടുക്കുന്നതിനാണ് നമ്മൾ ഓറൽ ഇൻടേക്ക് എന്ന് പറയുന്നത്. ഇൻസെക്ടിസൈഡ്സ്, വി ആർ ഫെമിലിയർ വിത്ത് ഇൻസെക്ടിസൈഡ്സ്, അല്ലേ? ഉറുമ്പിനെയും പാറ്റയും ഒക്കെ കൊല്ലാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ദെൻ ആൽക്കഹോൾ. ആൽക്കഹോൾ ഓവർ ഡോസേജ് ക്യാൻ കോസ് പോയിസണിങ്. അല്ലെങ്കിൽ വ്യാജമദ്യം കുടിച്ച് പലരും മരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടില്ല, അത് ആൽക്കഹോളിൽ കറപ്ഷൻ ഉണ്ടാകുമ്പോൾ നടക്കുന്ന കാര്യമാണ്. ദെൻ ഡ്രഗ്സ്, വെൻ ഇറ്റ് ഈസ് ടേക്കൻ overdose or expiry date കഴിഞ്ഞ മെഡിസിൻസ് എടുത്താലൊക്കെ ഡ്രഗ്സ് ക്യാൻ ബിക്കം പോയിസൺസ്. ദെൻ കണ്ടാമിനേറ്റഡ് ഫുഡ്. നമുക്ക് പലർക്കും പലപ്പോഴും വരുന്നതാണ് ഫുഡ് പോയിസണിങ്. നമ്മൾ വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചാലോ അല്ലെങ്കിൽ പഴകിയ ഭക്ഷണം കഴിച്ചാലൊക്കെ നമുക്ക് സ്റ്റമക്ക് അപ്സെറ്റ് ആവാറുണ്ട്. ആൻഡ് ഈവൻ ദിസ് കണ്ടാമിനേഷൻ ക്യാൻ കിൽ പേഴ്സൺസ്. ദെൻ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് കൊറോസീവ്സ് ആണ്, അതായത് നമ്മളെ പൊള്ളിച്ചുകൊണ്ട് കടന്നു പോകുന്ന സാധനങ്ങളാണ്. ഇത് കഴിച്ചാലും ഇത് ഓറലി എടുക്കുന്നത് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷേ പല ആളുകളും ഈ സാധനങ്ങൾ ഓറലി എടുക്കാറുണ്ട്.
അങ്ങനെ ഇവ ആളുകളെ കൊല്ലാറുമുണ്ട്. The second route of poisoning is inhalation. Inhalation means we are inhaling the poison through our nose. നമ്മൾ ശ്വാസം എടുക്കുന്ന കൂടെ പോയിസൺ അകത്തോട്ട് എടുക്കുമ്പോഴാണ് ഇൻഹലേഷണൽ പോയിസണിങ് വരുന്നത്. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അനസ്തെറ്റിക് ഏജൻസ് ആർ ദ കോമൺ ഇൻഹലേഷണൽ പോയിസൺസ്. അതായത് ഗ്യാരേജിലും ഒത്തിരി വണ്ടികൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വരുന്ന ഒരു പോയിസണിങ് ആണ് കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. ദെൻ കാർബൺ ഡയോക്സൈഡ് ഇപ്പോഴത്തെ ബെസ്റ്റ് എക്സാമ്പിളാണ്. നമ്മളെല്ലാവരും ലോങ് ടൈമിലോട്ട് മാസ്ക് ഉപയോഗിക്കുകയാണ്. അപ്പം നമ്മൾ മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് വിടുന്ന വായുവിൽ കാർബൺ ഡയോക്സൈഡ് ആണ് കൂടുതൽ. അത് തന്നെയാണ് നമ്മൾ തിരിച്ച് ഇൻഹെയിൽ ചെയ്യുന്നത്. സോ ദർ ഇസ് ചാൻസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് പോയിസണിങ്. ദെൻ അനസ്തെറ്റിക് ഏജൻസ് ഇത് യൂഷ്വലി മെഡിക്കൽ ഫീൽഡിലാണ് ഇൻഹെയിൽ ചെയ്യുന്നത്. എസ്പെഷ്യലി ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ അനസ്തെറ്റിക് ഏജൻസ് നമ്മൾ യൂസ് ചെയ്യാറില്ലാതെ എക്സസീവായിട്ട് ഇൻഹെയിൽ ചെയ്താൽ ഇറ്റ് ക്യാൻ കോസ് പോയിസണിങ്. The third one is injection. Injection means we are injecting the poison to someone's body or our own body. Narcotics and sedatives can become poisons when it is injected in overdose. ഇത് യൂഷ്വലി കാണുന്ന മെഡിക്കോസിൻ്റെ ഇടയ്ക്കാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലും പലപ്പോഴും പല മെഡിക്കൽ പ്രൊഫഷണൽസും നാർക്കോട്ടിക്സ് അല്ലെങ്കിൽ സെഡേറ്റീവ്സ് ഇൻജെക്റ്റ് ചെയ്ത് സൂയിസൈഡ് ചെയ്യാറുണ്ടായിരുന്നു. അല്ലാതെ ഇതിൻ്റെ ആക്സിഡൻ്റൽ ഇഞ്ചക്ഷൻ വളരെ റെയറാണ്. പക്ഷേ സൂയിസൈഡൽ പർപ്പസിന് വേണ്ടി ഇത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന മെഡിക്കൽ ഫീൽഡിലെ ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു, എസ്പെഷ്യലി ഡോക്ടേഴ്സ്. നെക്സ്റ്റ് ഇസ് ബൈറ്റ്സ്. സ്നേക്സ്, സ്കോർപിയൻ സ്റ്റിങ്സ്, ഡോഗ് ബൈറ്റ്സ്, വൈൽഡ് ആനിമൽ ബൈറ്റ്സ് ക്യാൻ ബിക്കം ഫീറ്റൽ ഇഫ് ദേ ആർ പോയ്സണസ്. നമുക്കറിയാം സ്നേക്ക് ബൈറ്റിനെ കുറിച്ച്, അതേക്കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് വരുന്നുണ്ട്. സ്കോർപിയൻ എന്ന് വെച്ചാൽ നമ്മുടെ ഈ കല്ലിൻ്റെ ഇടയ്ക്കൊക്കെ കാണുന്ന തേളാണ്. അതിൻ്റെ ബൈറ്റ്സ് അത്ര ഫെയ്റ്റൽ അല്ല. അത് കടിച്ചാൽ ഒരുപാട് വിഷമുള്ള സ്കോർപിയൻസിൻ്റെ ബൈറ്റ് കൊണ്ട് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ആളുകൾ മരിക്കത്തുള്ളൂ. അതർവൈസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫെയ്റ്റൽ. ഡോഗ് ബൈറ്റ്സ് ബിക്കം ഫെയ്റ്റൽ വെൻ ദ ഡോഗ് ഈസ് റാബിഡ്. അതായത് പേപ്പട്ടി എന്ന് നമ്മുടെ ഭാഷയിൽ പറയും. Those dogs who carry the virus of rabies can kill you if it is not treated in time. Then wild animals, നമുക്ക് അത്ര എക്സ്പോഷർ ഇല്ല എങ്കിലും they can also cause this type of disease conditions or we can kill the persons. ഇപ്പം നമുക്കറിയാം ഉഷ്ണമേഖല കാടുകളെ കുറിച്ചൊക്കെ പത്രത്തിൽ വരുന്നുണ്ട്. മോസ്റ്റ്ലി ഡെഡ്ലി വൈറസ് ആർ ജനറേറ്റഡ് ദെയർ. നമ്മൾ മനുഷ്യർ എന്താ പറയുക കാടുകളിലേക്കും വനങ്ങളിലേക്കും തിരിച്ചു കയറി ഈ വൈറസിനൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ്. വൈൽഡ് ആനിമൽസിനെ മാത്രം കാണുന്ന ഈ ആനിമൽസിനെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് കൂടെ കൊണ്ടുവരുവാണ്. സോ ഈ വൈൽഡ് ആനിമൽ ബൈറ്റ്സ് ക്യാൻ ബിക്കം ഫീറ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സ്കിൻ. സ്കിന്നിൽ കൂടെ എങ്ങനെ വിഷം കഴിക്കാമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ദ എക്സാമ്പിൾ ഈസ് പെസ്റ്റിസൈഡ്. സോ നാച്ചുറലി ദ വിക്ടിംസ് ആർ ഫാർമേഴ്സ്, ദ അഗ്രികൾച്ചറിസ്റ്റ്. നമുക്കറിയാം ദ ഫാർമേഴ്സ് ആർ യൂഷ്വലി continuously in contact with pesticides. These pesticides may get into their skin continuously and it can gradually increase the amount of poison of pesticide in their body and which can become fatal later on. Okay, these are the common routes of poisoning: oral, inhalation, injection, bites and skin, absorbed through skin. Let us see the general signs and symptoms. I'll be taking the specific signs and symptoms and management of different types of poisoning. But now let us see the general signs and symptoms. First one is information from casualty or an onlooker suggesting contact with poison. A casualty is the person who has ingested the poison. An onlooker is a witness of the event. അതായത് ഇൻഫോർമേഷൻ ഫ്രം കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ വിഷം കുടിച്ച ആൾ തന്നെ പറയുകയാണ് ഐ ഹാവ് ഇൻജസ്റ്റഡ് എ പോയിസൺ. അല്ലെങ്കിൽ ഓൺലുക്കർ സജസ്റ്റിംഗ് മീൻസ് പേഴ്സൺ ഹു ഹാവ് വിറ്റ്നസ്ഡ് ദിസ് പേഴ്സൺസ് ഇൻജക്ഷൻ ഓഫ് പോയിസൺ വിൽ ടെൽ യു ദാറ്റ് ഐ ഹാവ് സീൻ ദിസ് പേഴ്സൺ വാസ് ഇൻജസ്റ്റിംഗ് പോയിസൺ. ഇത് കണ്ടുകൊണ്ട് നിന്ന ഒരാൾ നമ്മളോട് തെളിവായിട്ട് പറയുകയാണ് ഞാൻ കണ്ടതാണ് അയാൾ വിഷം കുടിക്കുന്നതെന്ന്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇൻഫർമേഷൻ. Second one is empty container or poisonous plant in vicinity. അതായത് വിഷത്തിൻ്റെ എംറ്റി ആയിട്ടുള്ള കുപ്പിയോ അല്ലെങ്കിൽ നമുക്കറിയാം ഒത്തിരി വിഷ ചെടികൾ നമുക്ക് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ലഭിക്കും. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയുന്നുണ്ട്.
ഇൻ വിസിനിറ്റി മീൻസ് നമുക്ക് കാണാവുന്ന ദൂരത്തിൽ ഈ പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ കാഷ്വാലിറ്റിയുടെ അടുത്ത് ഇങ്ങനെ വിഷത്തിൻ്റെ എംപ്റ്റി കണ്ടെയ്നറോ പോയിസണസ് പ്ലാന്റ്സോ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ സെക്കൻഡ് സിംറ്റം സൈൻ. Then patient may have confusion, delirium, convulsions without previous history. Confusion നമുക്കറിയാം, പേഴ്സൺസ് മേ ഗെറ്റ് കൺഫ്യൂസ്ഡ്. നമുക്ക് മൊത്തത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺഫ്യൂഷൻ, അതിപ്പോൾ നമ്മൾ വിഷം കുടിച്ചില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും വരുന്നൊരു കാര്യമാണ്. ഡിലീരിയം എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ്റെ ഒരു സിവിയർ ഫോമാണ്. സിവിയർലി കൺഫ്യൂസ്ഡാണ്. അവർക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും ബോധം ഉണ്ടാവില്ല. പിന്നെ അതുമാത്രമല്ല, അടുത്ത് നിൽക്കുന്ന ആളെ തിരിച്ചറിയത്തില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. ഡിലീരിയം ശരിക്കും പറഞ്ഞാലൊരു സൈക്യാട്രിക് പ്രോബ്ലമാണ്. അപ്പം നമുക്ക് ഡിലീരിയത്തെക്കുറിച്ച് തേർഡ് ഇയറിലാണ് കൂടുതൽ പഠിക്കാനുള്ളത്. അപ്പം ഒരു സിവിയർ ഫോം ഓഫ് കൺഫ്യൂഷൻ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി ഡിലീരിയത്തെക്കുറിച്ച്. ഓക്കെ, അടുത്ത് കൺവൽഷൻസ് ആണ്. നമുക്ക് കൺവൽഷൻസിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് കാണാം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് ഒരാൾ നിലത്ത് വീണ് കിടന്ന് വിറയ്ക്കുന്നതും കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കുന്നതും ഒക്കെ കാണുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ദിസ് ഈസ് കൺവൽഷൻസ്. നമുക്കറിയാം അപസ്മാര രോഗികൾക്ക് വരുന്ന ഫിറ്റ്സ് ആണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത, ദ കൺഫ്യൂഷൻ, ഡിലീരിയം ആൻഡ് കൺവൽഷൻസ് ആർ വിത്തൗട്ട് പ്രീവിയസ് ഹിസ്റ്ററി. So the first time when patient is getting these three symptoms, we have to doubt poisoning. And the next one is breathing difficulties. The person after ingestion of poison can have breathing difficulties. Next one is unconsciousness. The patient's consciousness may lost because of the effect of the poison. Then patient may vomit, and sometimes this vomitus is blood stained. അതായത് ഛർദ്ദിക്കുമ്പോൾ അതിനുള്ളിൽ ബ്ലഡിൻ്റെ ടിഞ്ചൂടെ കാണാം. പലപ്പോഴും നമ്മൾ എക്സസീവായിട്ട് വോമിറ്റ് ചെയ്യുമ്പം നമ്മുടെ തൊണ്ട പൊട്ടിയിട്ട് ബ്ലഡ് വരാറുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ ബിക്കോസ് ഓഫ് ദ എഫക്റ്റ് ഓഫ് ദ പോയിസൺ ദർ വിൽ ബി ബ്ലഡ് സ്റ്റെയിൻഡ് വോമിറ്റസ്. വോമിറ്റ് ചെയ്തിട്ട് വരുന്ന ആ കണ്ടന്റിന് പറയുന്ന പേരാണ് വോമിറ്റസ്. Then there is chance of diarrhea, that is loose stools. I am sure that you all are familiar with this condition. So diarrhea is another common symptom. And the next one is burns on lip or mouth after contact with corrosive poisons. Corrosive poisons are poisons which cause burn to the place which comes in contact with it. The usual corrosive poisons are acids and strong alkalis. We can see a person after ingesting a corrosive poison. Can you see this? This is the signs of burns in his lips as the corrosive has flowed down. His neck is also burned. I believe we can see this photograph clearly. This is a person who has ingested a corrosive poison. So these are the general signs and symptoms of poisoning. These are only general. With specific poisons, we will get specific signs and symptoms. Okay. Let us see the general first aid measures for poisoning. According to each poison, the measures are also different, but generally for some poisons we do all these measures. The first thing is to inform police, because poisoning can cause the death of a person, and we don't have time to decide whether it is accidental, homicidal or suicidal. We have to inform police at first. Second one is remove patient from offending atmosphere. A person who has ingested a poison in an atmosphere, that atmosphere will be offending. അവിടെ ഭയങ്കരമായിട്ട് സ്മെല്ലുണ്ടാവാം പോയിസണിൻ്റെ, അല്ലെങ്കിൽ പേഷ്യൻ്റ് വൊമിറ്റ് ചെയ്ത് അവിടെ മുഴുവൻ വൃത്തികേടാ, അല്ലെങ്കിൽ ഫ്ലോതിങ് വന്നിട്ട് ആ പ്രദേശം മുഴുവൻ അഴുക്കാം. ഫ്ലോതിങ് എന്ന് വെച്ചാൽ ചില പോയിസൺസ് വെച്ചാൽ പേഷ്യൻ്റ് വായിന്ന് ഭയങ്കരമായിട്ട് നിറയും പതയൊക്കെ വരും അല്ലേ, നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. സോ remove the patient from that atmosphere. And the next one is collect information from surroundings or persons as soon as possible. എത്രയും പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയുക. എത്രയും പെട്ടെന്ന് നമുക്ക് പേഷ്യൻ്റ് ഇൻജസ്റ്റ് ചെയ്ത പോയിസൺ മനസ്സിലാക്കാൻ പറ്റിയാൽ അത്രയും പേഷ്യൻ്റെ പ്രോഗ്നോസിസ് അല്ലെങ്കിൽ റിക്കവറി റേറ്റ് നല്ലതായിരിക്കും. സോ കളക്ട് ഇൻഫോർമേഷൻ ഫ്രം ദ സറൗണ്ടിങ്സ് ഓർ പേഴ്സൺസ് ഓർ ഓൺലോക്കേഴ്സ്.
Next one is preserve any suspecting material. എന്തെങ്കിലും സംശയാസ്പദമായി if you see there, preserve that. Not with your bare hands, keep it in a polythene container to take it to hospital. So preserve any suspecting material. If vomited, next point, if vomited, preserve the vomiters. നമുക്ക് അറപ്പ് കാണും അല്ലെ, ഒരാൾ ശബ്ദിച്ചത് കോരിയെടുക്കാം. But as a first aid, you have, if you don't have any other signs or symptoms, അതായത് നമുക്ക് അതിൻ്റെ കണ്ടെയ്നറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാന്റിൻ്റെ അവശിഷ്ടങ്ങളോ ഒന്നും കിട്ടില്ലെങ്കിൽ, you have to preserve the vomiters in order to find the poison the person has ingested. Next one is if the person is conscious and there is no burns on lips or mouth, then induce vomiting and preserve the vomiters. If we are sure that if the person has not ingested any corrosive poisons, then we can induce vomiting. അയാളെ നിർബന്ധിച്ച് വോമിറ്റ് ചെയ്യിപ്പിക്കാം. നമുക്ക് പല മാർഗ്ഗങ്ങളും അറിയാം അല്ലേ. ഗിവ്, അതിൻ്റെ ഒന്ന് രണ്ട് മാർഗ്ഗങ്ങൾ പറയാം. ഗിവ് പ്ലെൻറ്റി ഓഫ് ഫ്ലൂയിഡ്സ്, എക്സസീവ് ഫ്ലൂയിഡ്സ് ടു ബി ഗിവൻ. നമുക്കറിയാം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. ഹിയർ with a purpose we have to give plenty of fluids to the patient so that he vomit and we can preserve the vomiters. The second one is touch inside the throat. അത് നമുക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ത്രോട്ടിൻ്റെ അറ്റത്ത് അങ്ങ് കൈ കൊണ്ട് വിരൽ കൊണ്ട് ടച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കൊരു റിഫ്ലെക്സ് വരെ നമുക്ക് വോമിറ്റ് ചെയ്യാൻ തോന്നും അല്ലേ. ഇങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് കൊണ്ട് പേഷ്യൻറ്റ് വോമിറ്റ് ചെയ്യിപ്പിച്ചിട്ട് we have to preserve the vomiters. This is just to find out the poison. Then if lips and mouth show signs of burning, ഞാൻ നേരത്തെ കാണിച്ച പോലെ, if there is signs of burning, cool by giving water or milk. Do not induce vomiting. ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ പറയാത്ത പോയിന്റ് അതാണ്. So if there is signs of burning, we are sure that the patient has ingested some corrosive poison, and just give him some water or milk in order to cool the area which has come in contact with the poison. So never induce vomiting. And the reason for that is, see, do not induce vomiting if person ingested strong acid or alkali, because it will cause burns of face, mouth and throat. See, this is the reason. So in order to avoid further injury, we do not induce vomiting if a person has ingested corrosive poison. Next one is if casualty is unconscious and breathing normally, placed in recovery position. So even if the patient is unconscious, there is no consciousness, but his breathing is normal, then you have to place the patient in this position. This is the recovery position. This is to keep the airway clear. The purpose of this position is to keep the airway clear. We can see the patient is in his side and his hands are bended, one leg is bended. This is why this position is given. ഇതിന് ഇങ്ങനെ ശരിച്ചു കിടന്ന് നമ്മൾ ലാറ്ററൽ പൊസിഷൻ കൊടുത്തിട്ട് കൈകൾ പൊസിഷൻ ചെയ്യുന്നതാണ്. അൺകോൺഷ്യസ് പേഷ്യൻറ്റിന് വായിൽ വരുന്ന സെക്രീഷൻസ് ഒക്കെ അവർ മൂക്കിൻ്റെ ഒത്തരത്തിൽ വലിച്ചു കയറ്റാനുള്ള ചാൻസ് ഉണ്ട്. സോ എയർവേ ബ്ലോക്ക് ആകും. അതാവാതിരിക്കാൻ വായിൽ വരുന്ന എന്തെങ്കിലും സെക്രീഷൻസ് ഉണ്ട് അതൊക്കെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോകുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പൊസിഷൻ കൊടുക്കുന്നത്. Only if the patient's breathing is normal and if he is unconscious. Okay, be careful about that. And if the breathing and heartbeat stops, start CPR, that is cardiopulmonary resuscitation immediately. അത് നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് തന്നെ പഠിക്കാനാണ്. ഡീറ്റെയിൽ ആയിട്ട് അമ്പിളിമാടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പം നമുക്കറിയാം ആരെങ്കിലും അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിൽ കംപ്രഷൻ കൊടുക്കുന്ന വായിലോട്ട് ബ്രീത്തിങ് കൊടുക്കുന്നതൊക്കെ നമ്മൾ പല സീൻസിലും കണ്ടിട്ടുണ്ട്. Okay, so if the breathing and heartbeat stops, then give cardiopulmonary resuscitation. And the last one, but the most important one, is to shift the patient to hospital as early as possible. Immediately shift the patient to hospital because we cannot give scientific treatment. So you have to take the casualty to the hospital. Then we have some points to remember. This, do not contaminate yourself with any poison that may be around the casualty's mouth. പോയിസൻ്റെ ഏതെങ്കിലും എമൗണ്ട് നമ്മുടെ ദേഹത്ത് പറ്റാതിരിക്കാൻ വേണ്ടി we must be very careful. If it's a corrosive poison, we may burn ourselves. And the second one, do not induce vomiting if a person ingested strong acid or alkali because it will cause burns of face, mouth and throat. അതായത് ഇറങ്ങിപ്പോയ സാധനം അതുപോലെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ it is corrosive. ആസിഡും ആൽക്കലിയുമാണ്. It can cause further burns on your face, mouth and throat. Examples are ammonia, turpentine, bleachers, toilet cleaners,
കോൺ ആൻഡ് വാട്ടർ റിമൂവേഴ്സ്, അതായത് നമ്മൾ അരിമ്പാറൊക്കെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രോങ് കെമിക്കൽസ് ഉണ്ട്, അതാണിത് കോൺ ആൻഡ് വാട്ടർ റിമൂവേഴ്സ്. ദെൻ പെട്രോളിയം പ്രോഡക്ട്സ് ലൈക്ക് പെട്രോൾ, then paint thinners, polish, all these are corrosive poisons. So be very careful to check whether the patient's mouth and face is burnt before doing any first aid to a person who has ingested poison. So let us see some precautions to prevent poisoning. We all know that prevention is better than cure. So these are very common things. We need to give very little attention to these things, then we can save lives. Okay, if we are little bit careful. Then the first one is, do not leave medicines within reach of children. No, poisoning എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കൊച്ചു കുട്ടികളിലാണ്. Because we are very keen with playing with things which are around them. Whatever comes to their hand, they have a habit of putting it into their mouth. If a medicine is in good color, pink, red or what to say, blue, and if it is sweet, they feel that it's a toffee, they will start eating it. If it's overdose, then it can cause the life of the child. So never leave medicines within reach of children. It should be kept in cabinets with lock. Okay, be careful about. Second one is, do not store medicines for long periods. Yeah, that is the problem. We keep medicines for years and years, it may get expired, and still we may ingest these medicines which can cause adverse effects and may cause death of us. So never keep medicines for long time. Then the third one is, read labels before taking medicines. You should be careful from today. From till yesterday you were common persons, but you are nursing students today, so be very careful. Always read the labels of the medicines. What is written there? What are the contents? And when will it get expired? That means up to which date it can be used. Check all these things. Check with your doctor's prescription whether this medicine is prescribed for you. If it is not prescribed, don't take that medicine. കൃത്യമായിട്ട് ലേബൽ വായിച്ചിട്ടേ മരുന്ന് കഴിക്കാവുള്ളൂ. എക്സ്പയറി ആയെന്ന് ചെക്ക് ചെയ്തിട്ടേ കഴിക്കാവുള്ളൂ. So from now onwards, it's your responsibility for yourself as well as your dear and near. Next one is, do not pour harmful liquids into bottles of juices as children may mistake contents. Not only children, in my opinion and from my own experience. അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഹാബിറ്റാണത്. വലിയ കണ്ടെയ്നേഴ്സിൽ നിന്ന് ടോയ്ലറ്റ് ക്ലീനേഴ്സും ആസിഡ്സും ഒക്കെ ലെമണേഡിൻ്റെയും ജ്യൂസിൻ്റെയും ഒക്കെ ബോട്ടിലിൽ ഒഴിച്ചു വെക്കും. ഇങ്ങനെ സംഭവിച്ചതാണ് എൻ്റെ ഫ്രണ്ടിന്. വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ കുവൈറ്റ്, ഷീ ഓർഡേർഡ് ഹർ അസിസ്റ്റൻറ്റ് ടു ബ്രിങ് സം വാട്ടർ ടു ഗിവ് മെഡിസിൻ ടു ദ പേഷ്യൻറ്റ്. When he checked, he saw a water bottle there. He brought the water and poured it into the patient's mouth after giving medicines. It was a strong acid, a toilet cleaner. You know, this സംഭവിച്ചത് എൻ്റെ ഫ്രണ്ടിനാണ്, എൻ്റെ റൂംമേറ്റിനാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? പേഷ്യൻറ്റ് ഡൈഡ് there and then and there the patient died. That patient is handicapped. That was happened in Kuwait. എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള ലൈഫിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് ജയിലിലായിരിക്കും. മനസ്സിലായോ? അപ്പം അന്ന് തന്നെ അവർക്ക് കുവൈറ്റിൽ നിന്ന് എക്സിറ്റ് അടിച്ച് പോരാൻ പറ്റിയതുകൊണ്ട് അവൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതുകൊണ്ട് തന്നെ പറയുന്നു, നെവർ pour harmful liquids into other bottles. It can be mistaken. So it's very dangerous as we are playing with lives of patients. ഇത് വളരെ റയറായിട്ട് നടക്കുന്ന കാര്യമാണ്. നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, വീട്ടിലെ ആക്സിഡൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അവർ എപ്പോഴും അമ്മമാരും ചേച്ചിമാരും എല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ലേബൽ പറിച്ചു കളഞ്ഞിട്ട് അതിൽ കൃത്യമായിട്ട് നമ്മൾ ലേബൽ ഒട്ടിച്ചിരിക്കണം. ആസിഡാണ് അല്ലെങ്കിൽ ആൽക്കലാണ്, ഇറ്റ് ഈസ് ഹാംഫുൾ എന്ന്. എപ്പോഴും കോമൺ ആയിട്ട് നടക്കുന്ന ഒരു ആക്സിഡൻ്റാണിത്. ദിസ് വൺ ഹാംഫുൾ ലിക്വിഡ്സിനെ നമ്മൾ ജ്യൂസ് കണ്ടെയ്നേഴ്സിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് അതിനെ മറ്റുള്ളവർ edible ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് വിചാരിച്ചത് കഴിക്കുമ്പം ഇറ്റ് ക്യാൻ കോസ് ദം ദെയർ ലൈഫ്സ്. നെക്സ്റ്റ് വൺ ഈസ്, ഡു നോട്ട് കീപ് ഡിറ്റർജൻസ്, ഡൊമസ്റ്റിക് ക്ലീനേഴ്സ് ആൻഡ് ആസിഡ്സ് വിത്തിൻ റീച്ച് ഓഫ് ചിൽഡ്രൻ. ഇതും സെയിം റീസൺ ആണ്. അവർക്കറിയില്ല, കുട്ടികളാണ്, അവരതിനെ ഹാൻഡിൽ ചെയ്യും. ഇറ്റ് ക്യാൻ കോസ് ആക്സിഡൻസ്. ദെൻ ഡു നോട്ട് ടേക്ക് മെഡിസിൻസ് വിത്തൗട്ട് മെഡിക്കൽ അഡ്വൈസ്. അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. നമ്മളെപ്പോഴും അങ്ങനെയാണല്ലേ, വി ടേക്ക് ഓവർ ദ കൗണ്ടർ മെഡിസിൻസ്. നമുക്കറിയാം ഓരോ അസുഖത്തിന് എന്തൊക്കെ മരുന്നുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ എന്ത് അസുഖം വന്നാലും എവിടെ വേദന വന്നാലും നമ്മൾ നമ്മുടെ സൗകര്യത്തിന് മരുന്നുകൾ കഴിക്കും. അല്ലെങ്കിൽ ഒരു മരുന്ന് ഡോക്ടർ ഒരു ദിവസം പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാൽ ആ മരുന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഒരു ഫോളോ അപ്പിന് പോലും പോലെ. അതൊരിക്കലും ചെയ്യരുത്. ഓൾവേസ് ടേക്ക് മെഡിസിൻസ് വിത്ത്
doctor's advice. And when you are taking medicines for long time, always do follow, regular follow. അടുത്തത്, do not burn coal in closed rooms as it produces carbon monoxide. Do not burn coal in closed rooms as it produces carbon monoxide. നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, കാരണം നമ്മൾ ആരും കൽക്കരി കത്തിച്ച് അതിൻ്റെ ചൂടിലിരിക്കാറില്ല. അത് വെസ്റ്റേൺ കൺട്രീസിലാണ്. നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് മൂവീസിൽ കണ്ടിട്ടുണ്ട്, റൂമിനുള്ളിൽ ഇങ്ങനെ ഒരു അടുപ്പിനുള്ളിൽ ഇങ്ങനെ എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം റൂമിൽ കറക്റ്റ് വെന്റിലേഷനിൽ ഇല്ലെങ്കിൽ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് കാർബൺ മോണോക്സൈഡ് ആൻഡ് വിച്ച് may lead to carbon monoxide poisoning. Next one is use household cooking gas with care. Gas poisoning can occur. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എല്ലാവർക്കും അവയർനെസ് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. നെക്സ്റ്റ് വൺ ഇസ് അവോയ്ഡ് കോൺടാക്ട് വിത്ത് ഡോഗ്സ് വിച്ച് ആർ നോട്ട് ഇമ്മ്യൂണൈസ്ഡ്. അതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. ഇറ്റ് ക്യാൻ കോസ് rabies. If the patient is infected with rabies, it can contract rabies to you. And if you didn't get immunization, you may die of rabies. Rabies ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ it is incurable. If it is prevented, then you are saved. So be very careful with dogs which are not immunized. And the last one is avoid possible contact with snakes, scorpions and wild animals. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു തമാശയാണെന്ന്. ഇത് നമ്മൾ ആരെങ്കിലും ഇതിനൊക്കെ പിടിക്കാൻ പോകുന്നുണ്ടോയെന്ന് ആലോചിക്കും. പക്ഷേ ആക്സിഡൻ്റലി പോലും ഇതുപോലുള്ള കോണ്ടാക്ട്സ് അവോയ്ഡ് ചെയ്യുക. അങ്ങനെയുള്ള പാമ്പുണ്ട് അല്ലെങ്കിൽ സ്കോർപ്പിയൻസ് ഉണ്ട് എന്നൊക്കെ വിചാരിക്കുന്ന സ്ഥലങ്ങളിൽ പോകാതിരിക്കുക. പല സ്നേക്കുകളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ അപകടകാരികളാണ്. ദേ മേ അറ്റാക്ക് us വിത്തൗട്ട് എനി റീസൺ. അവർ ഇൻഹാബിറ്റ് ചെയ്യുന്ന ഏരിയാസിലൊക്കെ നമ്മൾ കടന്നു കയറിയാൽ വിത്തൗട്ട് എനി റീസൺ ദേ മേ അറ്റാക്ക് യു. സോ വിച്ച് ഇസ് ബെറ്റർ prevent all these things rather than treating them. So be very careful in taking precautions. ഓക്കെ, അതായത് പോയിസണിങ്ങിൻ്റെ ജനറൽ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഇന്നും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.